ഒരു ശാന്തമായ ഗ്രാമത്തിൽ മധുവും സുധയും എന്ന രണ്ടു പെൺകുട്ടികൾ താമസിച്ചിരുന്നു. പച്ചപ്പും നിശ്ശബ്ദതയും നിറഞ്ഞ ആ ഗ്രാമത്തിൽ അവരുടെ ജീവിതം ലളിതമായിരുന്നെങ്കിലും ഇരുവരും പരിശ്രമികളായിരുന്നു. പക്ഷെ അവരുടെ ഭാഗ്യം ഒരുപോലെയായിരുന്നില്ല. മധുവിന് 3 പശുക്കളുണ്ടായിരുന്നു. അവരുടെ വീടെല്ലായ്പ്പോഴും സമൃദ്ധിയായി തോന്നും. എന്നാൽ സുധയ്ക്ക് ഒറ്റ പശുവായിരുന്നു. അവളുടെ ജീവിതം കുറവുകളോടെ മുന്നോട്ടു പോകുന്ന പോലെ. ഓരോ രാവിലെയും സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് അവരെഴുന്നേറ്റ് ജോലി തുടങ്ങും. തണുത്ത കാറ്റും മങ്ങിയ വെളിച്ചവും അവരുടെ ദിവസത്തിന്റെ തുടക്കമറിയിക്കും. മധു തന്റെ 3 പശുക്കളിൽ നിന്ന് പാൽ പിഴിയും. പാല് ശക്തമായി ഒഴുകി പാത്രങ്ങൾ നിറയും. അവളുടെ മുഖത്ത് ആത്മവിശ്വാസവും തൃപ്തിയും തെളിയും. അതേസമയം സുധ തന്റെ ഒറ്റ പശുവിൽ നിന്ന് പാൽ പിഴിയുമ്പോൾ പാല് കുറവായതോടെ അവളുടെ മുഖത്ത് വിഷമം തെളിയും. ശ്രമിച്ചാലും ഫലം കുറവായതിൽ അവൾ നിശ്ശബ്ദമായി നിരാശപ്പെടും. പിന്നീട് ഇരുവരും പാലെടുത്ത് നഗരത്തിലേക്ക് പോകും. മധുവിന്റെ പാത്രങ്ങൾ നിറഞ്ഞതും സുധയുടേത് കുറവായതും വ്യക്തമായി കാണാം. അതിനാൽ ദിവസാവസാനം മധുവിന് കൂടുതൽ പണം ലഭിക്കും. നഗരത്തിലെ ആളുകൾ മധുവിന്റെ ശുദ്ധമായ പാൽ ഇഷ്ടപ്പെടും. അവളുടെ ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയും സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്യും. അവൾക്ക് ലഭിക്കുന്ന ആദരവ് അവളുടെ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു. ഇത് കണ്ടപ്പോൾ സുധയുടെ മനസ്സിൽ ഒരു ചെറു അസൂയ വളരാൻ തുടങ്ങി. മധുവിനെ നോക്കുമ്പോൾ അവളുടെ മനസ്സ് ശാന്തമാകാതെ പോയി. ഒരു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സുധ ഒറ്റയ്ക്കിരുന്നു. എനിക്കുകൂടി കൂടുതൽ പണം വേണം എന്ന ആഗ്രഹം അവളെ പിടിച്ചു. അപ്പോഴാണ് അവളുടെ മനസ്സിലൊരു ചിന്ത തെളിഞ്ഞത്. പാലിൽ വെള്ളം കലർത്തിയാൽ അളവ് കൂടും. ഒരു നിമിഷം അവൾ സംശയിച്ചെങ്കിലും ആ ചിന്ത വിട്ടുകളയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അടുത്ത ദിവസം ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കി അവൾ ഒളിച്ചുകൊണ്ട് പാലിൽ വെള്ളം ചേർത്തു. ഹൃദയം വേഗത്തിലിടിച്ചെങ്കിലും അവൾ അത് ചെയ്തു. അവൾക്കറിയാതെ സമീപത്തെ ഒരു കുരങ്ങൻ ഒരു മരത്തിലിരുന്നു. അവളുടെ ഓരോ പ്രവൃത്തിയും ശ്രദ്ധിച്ചു. സുധ വെള്ളം കലർത്തിയ പാൽ നഗരത്തിൽ കൊണ്ടുപോയി വിറ്റു. ആ ദിവസം പാൽ വേഗത്തിൽ വിറ്റുതീർന്നു. അവൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പണം ലഭിച്ചു. കയ്യിൽ പണം നിറഞ്ഞപ്പോൾ അവളുടെ മുഖം സന്തോഷത്തോടെ തിളങ്ങി. ഇത്രയും പണം ആദ്യമായാണ് അവൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ തീരുമാനം ശരിയാണെന്ന് അവൾ കരുതാൻ തുടങ്ങി. പണം ഉറപ്പായി പിടിച്ചുകൊണ്ട് അവൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു നടന്നു. അവളുടെ ചുവടുകൾ ആത്മവിശ്വാസത്തോടെ നിറഞ്ഞിരുന്നു. എന്നാൽ പെട്ടെന്ന് വഴിയിൽ നിന്നും അതേ കുരങ്ങൻ മുന്നിലേക്ക് ചാടി വന്നു. ഒരു നിമിഷം കൊണ്ട് അവളുടെ കയ്യിലെ പണം പിടിച്ചെടുത്തു. കുരങ്ങൻ മരത്തിൽ കയറി പണം എണ്ണാൻ തുടങ്ങി. താഴെ നിന്നും സുധ ആശങ്കയോടെ നോക്കി. അവളുടെ സന്തോഷം ഭയമായി മാറി. പിന്നെ അത് പണം 2 ഭാഗമാക്കി. പകുതി താഴേക്കിട്ടു. ശേഷിച്ച പകുതി അടുത്തുള്ള വെള്ളത്തിലേക്കെറിഞ്ഞു. നോട്ടുകൾ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നത് അവൾ ഹെൽപ്ലെസ്സായി നോക്കി. കുരങ്ങൻ അവളെ നോക്കി ഒരു സന്ദേശം നൽകിയതുപോലെ തോന്നി. നിന്റെ യഥാർത്ഥ പാൽക്കുള്ള പണം മാത്രമാണ് നിനക്ക് ലഭിച്ചത്. വെള്ളം കലർത്തിയ ഭാഗം വെള്ളത്തിൽ തന്നെ തിരിച്ചുപോയി. ആ നിമിഷം സുധയ്ക്ക് തന്റെ തെറ്റ് പൂർണ്ണമായി മനസ്സിലായി. ലോഭം ഒരാളെ എവിടെ എത്തിക്കും എന്നവൾ തിരിച്ചറിഞ്ഞു. അതിനുശേഷം അവൾ സത്യസന്ധമായി പരിശ്രമിച്ചു ജീവിക്കാൻ തീരുമാനിച്ചു. ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ.